ഗാസയിൽ ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുന്നതിനിടെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDFന്റെ മുൻ തലവനായിരുന്ന യായിർ ഗോലന്റെ പ്രസ്താവന വാർത്തയായിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം ഗാസയിൽ ചെറിയ കുട്ടികളെ ഒരു ഹോബി എന്ന നിലയിലാണ് കൊല്ലുന്നത് എന്നതായിരുന്നു അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന. കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു: ഒരു ബുദ്ധിയുള്ള രാജ്യം സിവിലിയന്മാർക്കെതിരെ യുദ്ധം ചെയ്യില്ല. ചെറിയ കുട്ടികളെ ഒരു ഹോബി എന്ന നിലക്ക് കൊല്ലുകയില്ല. ജനങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ഒരു ലക്ഷ്യമായി കൊണ്ടു നടക്കുകയുമില്ല. ഒരു വിവേകമുള്ള രാജ്യമായി നമ്മൾ നിലകൊള്ളുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട ഒരു രാജ്യമായി ഇസ്രയേൽ മാറും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെ നിരന്തരമായി വിമർശനങ്ങൾ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പകപോക്കലിന്റെ ഒരു നയമാണ് സർക്കാരിനുള്ളതെന്നും ഒരു ധാർമ്മികതയും അത് ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നും ഇത് ഇസ്രയേലിന് തന്നെ അപകടമാണെന്നും അദ്ദേഹം എക്സിൽ ഈയിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. യായിർ ഗോലൻ ഇസ്രയേൽ പട്ടാളത്തിൽ 38 വർഷം സേവനം ചെയ്ത് 2018 വിരമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. നിലവിൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ തലവനുമാണ് അദ്ദേഹം. അതേസമയം യായിർ ഗോലന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രയേൽ ജസ്റ്റിസ് മിനിസ്റ്ററായ യാരിവ് ലെവിൻ രംഗത്ത് വന്നിരിക്കുന്നു. യായിർ ഗോലന്റെ പട്ടാള പദവി നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു യായിർ ഗോലന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചത് വന്യമായ പ്രകോപനവും വ്യാജമായ ആരോപണവും എന്നായിരുന്നു. ഇതിനിടെ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവരുടെ ഒരു സംയുക്ത പ്രസ്താവനയും ഇതിനകം വാർത്തയായിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇസ്രയേൽ ഇനിയും യുദ്ധം തുടരുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. വെടിനിർത്തൽ കരാർ മാത്രമാണ് ബന്ദികളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു പരിഹാരം. ഗാസയിൽ ആവശ്യമായ അളവിൽ മാനുഷിക സഹായം എത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതായിരുന്നു സംയുക്ത പ്രസ്താവനയുടെ ചുരുക്കം. മറ്റൊരു പ്രധാന വാർത്ത: ഗാസയിൽ ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചതിൽ പ്രതിഷേധിച്ച് UK ഇസ്രയേലുമായുള്ള ഫ്രീ ട്രേഡ് ചർച്ചകൾ തൽക്കാലം നിർത്തിവച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.